ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് 2 BHK 3 BHK ഭവനങ്ങൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ, ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായ EMI സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം. നിങ്ങൾക്കും ഇതിലൊരു അപ്പാർട്ട്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8086 3999995 8086 7999992. ഫെബ്രുവരി 12 നടക്കുന്ന പൊതുപണിമുടക്കിൽ KSEB കരാർ തൊഴിലാളികളും പങ്കുചേരും. വടക്കാഞ്ചേരിയിൽ ചേർന്ന ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ CITU ജനറൽ ബോഡി യോഗത്തിലാണ് പണിമുടക്ക് വിജയിപ്പിക്കാൻ തീരുമാനമായത്. ഇതോടൊപ്പം തൊഴിലാളികൾക്കായി സുരക്ഷാ ക്ലാസും സംഘടിപ്പിച്ചു. ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി ഡിവിഷൻ ജനറൽ ബോഡി യോഗം CITU ഏരിയ സെക്രട്ടറി ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 12 നടക്കുന്ന പൊതു പണിമുടക്കിൽ മുഴുവൻ കരാർ തൊഴിലാളികളെയും പങ്കെടുപ്പിക്കാൻ യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു. ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭ 15ാം ഡിവിഷനിൽ നിന്നും വിജയിച്ച KY സുമയ്യബിയെ ബസന്തലാൽ ആദരിച്ചു. PM മുസ്തഫ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന സുരക്ഷാ ക്ലാസ് വടക്കാഞ്ചേരി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VA മനോജ് ഉദ്ഘാടനം ചെയ്തു. കുണ്ടന്നൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PS സുജിത്ത് ക്ലാസ് നയിച്ചു. സംസ്ഥാന സെക്രട്ടറി PV സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം EA തോമസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് KV ജോസ്, രശ്മി രാജേഷ്, PY നജിമുദ്ദീൻ, അൽക്ക രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അവകാശ സംരക്ഷണത്തിനൊപ്പം തൊഴിൽ സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സംഘടന പരിപാടികൾ ഏകോപിപ്പിച്ചത്. ദിവസവും 20 രൂപയിൽ താഴെ വരുമാനമുള്ള ഏറ്റവും സാധാരണക്കാരായ ജനവിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതായിരുന്നില്ല എന്ന് നമ്മൾ CITU രൂപീകരിക്കുന്ന കാലത്തും അതിനു മുമ്പും നമ്മൾ ആ കാര്യം ഈ രാജ്യത്തെ തൊഴിലാളികളോട് ആശങ്കയില്ലാതെ പറഞ്ഞതാണ്. അങ്ങനെ ഒരു കാലത്ത് നിന്ന് തൊഴിലാളികൾക്ക് ഗുണകരമാകുന്ന നിലയിലേക്ക് ചർച്ച ചെയ്യാൻ തയ്യാറാകുന്ന, ചർച്ച ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഈ രാജ്യത്തെ സർക്കാരും അതുപോലെ തന്നെ തൊഴിലാളി സംഘടനകളും തൊഴിലുടമ സ്ഥാപനങ്ങളും വർഷത്തിലൊരിക്കൽ ചേർന്നിരുന്ന് ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു നില